2024 ചോദിച്ചിട്ടുള്ള 8 മാർക്കിന്റെ ഒരു ചോദ്യം ഞാനിവിടെ വായിക്കാം. എക്സാമിങ് ദി വേരിയസ് ടൂൾസ് യൂസ്ഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് RBI കൈക്കൊണ്ടിട്ടുള്ള മോണിറ്ററി പോളിസി ടൂൾസ് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. മോണിറ്ററി പോളിസി ടൂൾസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ പെട്ടതാണ് CRR 1, ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് കൊമേഴ്സ്യൽ ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ക്യാഷ് ആയിട്ട് തന്നെ റിസർവ് ബാങ്കിൽ റിസർവ് ചെയ്യണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ CRR വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുന്നതിന്റെ അളവ് കുറയുകയും ചെയ്യും, മണി സപ്ലൈ വിപണിയിൽ കുറയുകയും ചെയ്യും, ഇൻഫ്ലേഷൻ ഇവിടെ നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്യും. രണ്ടാമത്തത് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR ക്യാഷ് ആയിട്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ SLR എന്താണ്, കമേഴ്സ്യൽ ബാങ്കുകളുടെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ, അതായത് ലിക്വിഡ് ആസ്തികളായിട്ട് ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് SLR. SLR വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്തുണ്ടാവുക, ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുന്നതിന്റെ അളവ് കുറയുകയും സ്വാഭാവികമായിട്ടും മണി സപ്ലൈ വിപണിയിൽ കുറയുകയും ചെയ്യും. അവിടെ ഇൻഫ്ലേഷന് നിയന്ത്രിക്കാൻ പറ്റുകയും ചെയ്യും. ഇനി അടുത്തത് റീപ്പോ റേറ്റ്. റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ ഷോർട്ട് ടേം ആയിട്ട് വായ്പയ്ക്ക് വേണ്ടിയിട്ട് RBIനെ സമീപിക്കും. ആ സമയത്ത് RBI കൊമേഴ്സ്യൽ ബാങ്കുകളുടെ മേലെ ഒരു പലിശ ഈടാക്കും. ഇതാണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ തങ്ങളുടെ കയ്യിലുള്ള അധിക പണം നിക്ഷേപിക്കാനായിട്ട് RBIയിലേക്ക് ചെല്ലും. ആ സമയത്ത് RBI കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഒരു പലിശ അങ്ങോട്ട് കൊടുക്കും. അതാണ് റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് RBI പണം കടം കൊടുക്കും. അപ്പൊ ഇതിന് ഈടാക്കുന്ന പലിശയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, വായ്പ കൊടുക്കുന്നതിന്റെ അളവ് കുറയുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ മണി സപ്ലൈ കുറയുകയും ചെയ്യും. ഇനി അടുത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അതായത് ഓപ്പൺ മാർക്കറ്റിൽ RBI എന്തുണ്ടാവുക, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്. ഇനി ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞത് എന്താണ്, ക്രെഡിറ്റ് റേഷനിങ്, മോറൽ സ്വാഷന്, അതേപോലെ തന്നെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ്.